ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഋതിക രാജുവിനോട് ചോദിക്കുന്നു, രാധമ്മ അക്കാര്യം അറിഞ്ഞാൽ എന്താ കുഴപ്പം രാജു? അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല മാഡം, തൽക്കാലം അറിയണ്ട. എന്നിട്ട് രാജു ഇങ്ങനെ മനസ്സിൽ പറയുക, ഞാൻ മാഡത്തെ വിവാഹം കഴിച്ചത് അച്ഛൻ്റെ സമ്മതപ്രകാരം മാത്രമല്ല, ഇതിൽ അമ്മയുടെ നിർബന്ധം കൂടിയുണ്ട്. ആ സത്യം എല്ലാവരും കൂടി അറിയണം എന്നൊക്കെ ഇങ്ങനെ രാജു ചിന്തിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ചിരിച്ചോണ്ട് ഋതിക ചോദിക്കുക, എന്താ രാജു സ്വാമി ആലോചിക്കുന്നത്? ഉടനെ രാജു ഒരു മഹർഷിയെപ്പോലെ സംസാരിക്കുവാണ്, ഞാൻ എൻ്റെ നിദ്രയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഭക്തേ. വേണുവേട്ടനാണെങ്കിൽ എന്തൊക്കെയോ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആർക്കോ ഫോൺ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് വേണുവേട്ടൻ ഹരീഷിനെയാണ് വിളിക്കുന്നത്. നിന്റെ തന്തപ്പടിയാണല്ലോടി വിളിക്കുന്നത് എന്നിങ്ങനെ ഹരീഷ് ശ്രീലക്ഷ്മിയോട് പറയുന്നുണ്ട്. ആരാ വിളിക്കുന്നത് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ ഹരീഷ് വേണുവേട്ടനോട് ചോദിക്കുമ്പോൾ വേണുവേട്ടൻ സങ്കടത്തോടെ പറയുന്നത്, എൻ്റെ പേര് വേണു, മോൻ്റെ ഭാര്യ ശ്രീലക്ഷ്മിയുടെ അച്ഛനാണ്. മോൻ ഫോൺ ശ്രീലക്ഷ്മിക്കെന്ന് കൊടുക്കാവോ? തൽക്കാലം പറ്റത്തില്ല എന്നിങ്ങനെ പറയുവാണ് ഹരീഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രീലക്ഷ്മി അടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ, ഞാൻ അവളുടെ അച്ഛനാണ്, അതിന് ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ ശ്രീലക്ഷ്മിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് ഹരീഷ്. അങ്ങനെ ശ്രീലക്ഷ്മി ഹരീഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സന്തോഷത്തോടെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. വേണുവേട്ടൻ്റെ കണ്ണ് നിറയുവാണ്. മോളെ, മോക്ക് വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ലച്ച എന്നിങ്ങനെ ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. മോളെ, മോക്ക് ക്ഷീണം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലച്ച എന്നിങ്ങനെ ശ്രീലക്ഷ്മി പറയുവാണ്. മോള് സന്തോഷത്തോടെ ഇരിക്കണം, ഹരീഷിനോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അവൻ വളരെ നല്ലവനാ, നല്ല ആണത്തമുള്ളവന്. ഹരീഷ് ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിൽ മോൾ അവനോട് പരിഭവിക്കുകയൊന്നും ചെയ്യരുത്. അതിനതിൻ്റെതായ ചില കാരണങ്ങളൊക്കെ കാണും, അതുകൊണ്ടാണ് അവൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങൾ പിണക്കമൊന്നും ഉണ്ടാക്കല്ലേ മോളെ. ഇനി മോൾക്കെല്ലാം മോളുടെ ഭർത്താവായ ഹരീഷാണ്. 5 മിനിറ്റിനപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യപ്പിണക്കം നീട്ടിക്കൊണ്ട് പോകല്ലേ മോളെ. അങ്ങനെയൊന്നും ചെയ്യില്ലച്ച എന്നിങ്ങനെ ശ്രീ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് വേണുവേട്ടൻ ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ രാധമ്മ വേണുവേട്ടൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് രാധമ്മ ചോദിക്കുന്നു, എന്താ വേണുവേട്ട? അതെ, പെൺമക്കൾ വളർന്നു കഴിയുമ്പോഴൊരു ആദിയാണ്, അവരെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെഞ്ചിൽ തീയാണ്. എന്താ വേണുവേട്ട, ഏത് മക്കളുടെ കാര്യമായി പറയുന്നത്? ആരുടെ കാര്യം പറയാനാ? നമ്മുടെ ശ്രീലക്ഷ്മി മോളെക്കുറിച്ചാണ്. അയ്യോ, അവക്കെന്ത് പറ്റി? വേണുവേട്ടൻ മോളെ വിളിച്ചായിരുന്നോ? ആ, ഞാൻ വിളിച്ചായിരുന്നു. എന്തായാലും മരുമകൻ അസഫ്യ ഒന്നും പറഞ്ഞില്ല. മോൾക്ക് ഫോൺ കൊടുക്കാൻ അവൻ ആദ്യം തയ്യാറായില്ല, പിന്നീട് കൊടുത്തു. അവൾക്ക് വേറെ വല്ല വിശേഷം ഉണ്ടോ വേണുവേട്ട എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ വേണുവേട്ടൻ പറയുന്നുണ്ട്, അവൾ നല്ല സന്തോഷവതിയായിട്ടാണ് അവിടെ കഴിയുന്നത്. നമുക്കതല്ലേ വിശ്വസിക്കാൻ പറ്റൂ. സത്യത്തിൽ നമുക്ക് എന്തിനാടി ഇങ്ങനൊരു മനുഷ്യജന്മം? ജീവിതം മുഴുവനും ഇങ്ങനെ ആദി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിറ്റ് സ്നേഹം കിട്ടുന്നതും കൊടുക്കുന്നതും അല്ലാതെ മറ്റെന്ത് സന്തോഷമാണ് ജീവിതത്തിലുള്ളത്? ഈ സമയം പത്മാവതി പൂജാറൂമിൽ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ജഗന്നാഥൻ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. പത്മാവതി ജഗന്നാഥൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, അല്ല ജഗന്നാഥേട്ടൻ എഴുന്നേറ്റോ? പത്മാവതി എന്നിട്ട് സെർവൻറ്റിനെ വിളിച്ച് ചായ ചോദിക്കുന്നുണ്ട് ജഗന്നാഥന് കൊടുക്കാനായിട്ട്. അപ്പോൾ ജഗന്നാഥൻ പറയുന്നു, അല്ല പത്മാവതി മകളുടെ കാര്യം എന്നോട് പറഞ്ഞതുമില്ല, ഞാനിട്ട് ചോദിച്ചതുമില്ല. മകളിപ്പോൾ എവിടെയാ? പഠിക്കുവാണോ? അത് ജഗന്നാഥേട്ടാ, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്. അത് കേൾക്കുമ്പോൾ ജഗന്നാഥൻ പറയും, വളരെ സന്തോഷം. എവിടെയാണ് മോളെ കല്യാണം കഴിച്ചയപ്പിച്ചത്? അത് പറയുമ്പോൾ പത്മാവതി പറയാം, അതൊരു സസ്പെൻസായിട്ട് അങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ അങ്ങ് പുറകെ അറിഞ്ഞാൽ മതി. എന്തായാലും ജഗന്നാഥേട്ടൻ അറിയാവുന്ന ഒരാളിൻ്റെ മകൻ തന്നെയാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ജഗന്നാഥൻ ചോദിക്കുക, അതിന് അംബിക എതിരൊന്നും നിന്നില്ലേ? അതിനുവേണ്ടി അവൾ ഒരുപാട് തന്ത്രങ്ങളൊക്കെ നോക്കി, പക്ഷേ പറ്റിയില്ല. അവളുടെ തലതെറിച്ച മോനെ കൊണ്ട് എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ. എന്തായാലും ദൈവം അതിനെ അനുവദിച്ചില്ല. അപ്പോൾ മകളുടെ കല്യാണത്തിന് പത്മ ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ജഗന്നാഥൻ ചോദിക്കുവാണ്. അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലല്ലോ. അത്തരം സന്തോഷങ്ങളൊക്കെ ദൈവം എനിക്ക് നിഷേധിച്ചിട്ട് കാലങ്ങൾ എത്രയായി എന്നൊക്കെ പറയുവാണ് പത്മാവതി. ജഗന്നാഥന് സങ്കടത്തോടെ പറയുന്നു, മനോഹരമായി പ്രണയിച്ച് ജീവിച്ച നിങ്ങളുടെ ജീവിതം തകരാൻ ഞാനും ഒരു കാരണക്കാരനായി പോയല്ലോ. അതിന് ഞങ്ങളുടെ ജീവിതം തകർക്കാനുണ്ടായ ആൾക്കാർ വേറെയല്ലേ ജഗന്നാഥേട്ടാ? എന്നിട്ട് അവരുടെ ലക്ഷ്യം വിജയം കാണുകയും ചെയ്ത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പലപ്പോഴും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിലാകെ പരാജയപ്പെട്ടവളാണ് ഞാൻ. കരഞ്ഞു തീർത്തു എൻ്റെ ആ സങ്കടങ്ങളൊക്കെ. ഇനി ഞാൻ കരയില്ല ജഗന്നാഥേട്ട, എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് പത്മാവതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്.
അംബികയാണെങ്കിൽ ഒരു സമാധാനമില്ലാതെ ടെൻഷൻ പിടിച്ചൊരു ഭ്രാന്തിയെ പോലെ റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പെട്ടെന്ന് ഫോൺ എടുത്ത് ദീപക്കനെ വിളിക്കുന്നു. എടാ അവനെ കിട്ടിയോടാ? ഇല്ലമ്മേ, ഞാൻ അവിടെ എല്ലാം അന്വേഷിക്കുവാണ്. ദീപക് അങ്ങനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. എടാ ജഗനെ കയ്യിൽ കിട്ടിയാൽ നീ വെറുതെ വിടല്ലേ, കാണുന്നിടത്ത് വെച്ച് നീ ഷൂട്ട് ചെയ്തേക്കണം. ഞാനിനി അവനെ അന്വേഷിക്കാൻ ഒരു ഇടവും ഇല്ലമ്മേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല, നമ്മൾ ആകെ കുഴപ്പത്തിലാവും എന്നൊക്കെ ഇങ്ങനെ അംബിക ഇങ്ങനെ വെപ്രാളം പിടിച്ച് പറയുവാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ അവിടുത്തെ ജോലിക്കാരി ചായയും കൊണ്ട് വരുവാണ് അംബികയ്ക്ക്. ആ കഥ അങ്ങോട്ട് തുറന്ന് ചായയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അംബികയ്ക്ക് ഭയങ്കര ദേഷ്യമായി. നീ എന്തിനാടി എൻ്റെ റൂമിലോട്ട് കയറി വന്നത്? ആര് പറഞ്ഞിട്ടാടി വന്നത്? വിളിക്കാതാണോടി വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചൂട് ചായ എടുത്ത് ആ വേലക്കാരുടെ മുഖത്തോട്ട് ഒഴിക്കുവാണ്. എന്നിട്ട് ആ ചായക്കപ്പ് അവൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ആ വേലക്കാരി പെണ്ണ് മുഖം കഴുകുവാണ്. അത് കണ്ടുകൊണ്ട് യാമിനി ചോദിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് അംബിക മേഡം എൻ്റെ മുഖത്തോട്ട് ചൂട് ചായ ഒഴിച്ച്. അയ്യോ എന്തിന്? അത് ഞാൻ വിളിക്കാതെ അകത്തോട്ട് കയറി ചെന്നതും പറഞ്ഞു. ആഹാ അത് കൊള്ളാമല്ലോ, ഇത് ചോദിച്ചിട്ടേ ഉള്ളു കാര്യം എന്നും പറഞ്ഞ് യാമിനി അംബികയുടെ റൂമിൻ്റെ വാതിക്കലോട്ട് ചെല്ലുമ്പോൾ അംബിക ആരോടോ ഫോണിൽ സംസാരിക്കുവാണ്. യാമിനി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സജിയോടാണ് അംബിക സംസാരിക്കുന്നത്. എടാ സജി, ശത്രു ആരാണെങ്കിലും തേടിപ്പിടിച്ച് അവരെ കൊന്ന ചരിത്രമേ ഈ അംബിക വർമ്മയ്ക്കുള്ളൂ. അങ്ങനെ അംബിക സജിയോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ട് ഭയന്ന് വിറച്ച് നിൽക്കുവാണ് യാമിനി അവിടെ. സജി, നിന്നോട് ഞാൻ വീണ്ടും പറയാണ്, എത്രയും വേഗം നീ അയാളെ കണ്ടെത്തണം. കണ്ടെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നീ അവനെ ഷൂട്ട് ചെയ്തേക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ യാമിനി വീണ്ടും വിറയ്ക്കുവാണ് നിന്ന്. യാമിനി മനസ്സിൽ പറയാ, ദൈവമേ ഇവരൊരു ദുഷ്ടയാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇവരിങ്ങനെ ആരെയും കൊല്ലാൻ മടിക്കാത്ത സ്ത്രീയാണെന്ന് ഇപ്പോഴാണല്ലോ അറിഞ്ഞത് എന്നും പറഞ്ഞ് യാമിനി അവിടെ മറിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആരോ വാതിക്കൽ ഉണ്ടായിരുന്നോ എന്ന് അംബികയ്ക്കൊരു സംശയം. അംബിക ഇങ്ങനെ പെട്ടെന്ന് ഡോർ തുറക്കുവാണ്. അത് കണ്ടുകൊണ്ട് യാമിനി പെട്ടെന്ന് അങ്ങോട്ട് ഒളിഞ്ഞു മാറി നിൽക്കുവാണ്. അംബിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റും നോക്കുന്നുണ്ട്, പക്ഷെ ആരും ഒട്ടും കാണുന്നുമില്ല. എന്നാലും അംബികയുടെ മനസ്സിലൊരു സംശയം, ആരോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. ആ സംശയത്തോടെ വീണ്ടും അംബിക ഡോർ അടച്ച് അകത്ത് കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം രാജു സൂര്യമംഗലം കോവിലകത്തോട്ട് വന്നിരിക്കുവാണ്. പുഞ്ചിരിച്ചോണ്ട് നമ്മുടെ കുറിപ്പ് ചോദിക്കുന്നത്, അല്ല ഒരു മുന്നറിയിപ്പും ഇല്ലാതാണല്ലോ സാറ് വന്നിരിക്കുന്നത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് ഉടനെ അങ്ങ് പോവുകയും വേണം. പിന്നെ കുറുപ്പമ്മാവ, എനിക്ക് വളരെ റെസ്പെക്റ്റോടി അമ്മാവനോടൊരു കാര്യം പറയാനുണ്ട്. അയ്യോ എന്താ മോനെ എന്നിങ്ങനെ കുറിപ്പ് ചോദിക്കുമ്പോൾ രാജു പറയാ, കുറുപ്പമ്മാവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നില്ലേ എൻ്റെ അച്ഛൻ ഡ്രൈവർ വേണു? അതെ, അതിലെന്താ ഇത്ര സംശയം? അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകനെ സാറെന്ന് വിളിക്കുന്നത് ശരിയാണോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് കുറിപ്പ് പറയുക, ആ കൂട്ടുകാരൻ്റെ മകനിപ്പോൾ സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാനാ. അയ്യോ എൻ്റെ പൊന്നമ്മാവ, ഞാനൊരു തമ്പുരാനോ തമ്പുരാട്ടിയോ ഒന്നുമല്ല. ഞാൻ ആ പഴയ ഡ്രൈവർ വേണുവിൻ്റെ മകൻ തന്നെയാണ്. എന്നെ രാജു എന്ന് മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ ചിരിച്ചോണ്ട് കുറിപ്പ് പറയാ, എന്നാലേ മറ്റാരും കാണാത്തപ്പം ഞാൻ രാജുമോനേന്ന് വിളിച്ചോളാം, മറ്റുള്ളവരുള്ളപ്പം ഞാൻ സാറേന്ന് വിളിക്കും. എന്താ കുഴപ്പമില്ലല്ലോ? അപ്പോൾ രാജു പുഞ്ചിരിച്ചോണ്ട് ഓക്കെ എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. രാജു എന്നിട്ട് ചോദിക്കുന്നു, അക്കൗണ്ടൻ്റ് വന്നായിരുന്നോ? ഇല്ല, ഇന്നലെ വന്നിരുന്നു, ഇനി നാളെ വരും. അപ്പോൾ രാജു പറയാം, ഇതുവരെ അയാൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. നാളെ അദ്ദേഹം വരുമ്പോൾ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറയണം. ഇവിടുത്തെ CCTV ക്യാമറ വല്ലപ്പോഴും ഒക്കെ ഒന്ന് നോക്കാറുണ്ടോ? ഏയ് അങ്ങനെയൊന്നും ആവശ്യമില്ല, ഒന്നും നോക്കാറില്ല കുഞ്ഞെ എന്നൊക്കെ ഇങ്ങനെ കുറിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ രാജു പറയും, എന്നാൽ ഇനി അതിൻ്റെ ആവശ്യം വരും. നമ്മളെല്ലാവരും അന്നിവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് അമ്മാമ്മയുടെ നേരെ ആക്രമണത്തിന് മുതിർന്നത്. അതിൻ്റെയൊക്കെ ആരംഭമായിരുന്നു ആ ഒരു കൊട്ടേഷൻ അറ്റംപ്റ്റ്. അപ്പോൾ രാജുമോൻ പറഞ്ഞു വരുന്നത് അത് സത്യമാണ് കുറുപ്പമ്മാവ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അന്നിവിടെ അമ്മാമ്മയെ കൊല്ലാൻ വന്നത് ദീപക്കാണ്. അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്നായിരിക്കും ഇവിടെ വന്ന് ആക്രമിക്കാൻ നോക്കിയത്. മോനെ, അതാ അംബികയുടെ മകനാണോ? അതേന്നിങ്ങനെ രാജു പറയുമ്പോൾ, അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമായി തന്നെ വരുന്നുണ്ട് എന്നിങ്ങനെ കുറിപ്പ് പറയുവാണ്. അവൻ ചെറിയ കക്ഷിയൊന്നും അല്ല കുറുപ്പമ്മാവ. അവൻ ഇനി എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയാൽ കയ്യോടെ പിടികൂടണം. ഇവിടെ ആവശ്യത്തിന് വേണ്ട കാവൽക്കാരില്ലേ? അപ്പോൾ കുറിപ്പ് പറയുന്നുണ്ട്, മോനെ കാവൽക്കാർ അധികമാണുള്ളത്. ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലോട്ട് യാമിനിയും ആ സെർവൻറ്റും കൂടെ കൊണ്ടുവെക്കുവാണ്. അപ്പോൾ ശേഖരൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഏട്ടനെ വിളിച്ചില്ലേ യാമിനി? ഏട്ടനെ വിളിച്ച് എന്നിങ്ങനെ യാമിനി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം പ്രതാപൻ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ യാമിനി എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ നോക്കുവാണ്. സുജയ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അംബിക പെട്ടെന്ന് സുജയ് ഇങ്ങനെ ദേഷിച്ച് നോക്കിയിട്ട് കണ്ണ് കാണിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഭയന്ന് അവിടെ നിന്ന് അടുക്കളയിലോട്ട് പോവുകയാണ്. പ്രതാപൻ അംബികയോട് ചോദിക്കുന്നു, അല്ല ദീപക് എവിടെ? അപ്പോൾ അത് കേട്ടിട്ട് ശേഖരൻ പറയാം, ഒരല്പം മുമ്പ് ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ അവൻ്റെ കാര്യം. പ്രതാപൻ വീണ്ടും ചോദിക്കുന്നു, അവൻ എവിടെ പോയതാ ചേച്ചി? അപ്പോൾ അംബിക പറയുന്നുണ്ട്, ഞാൻ അവനെ ഒരിടം വരെ വിട്ടേക്കുവാ.
ദീപകിൻ്റെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ തന്നെയാണ് പ്രതാപൻ പറയുന്നത്. അവനെ ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കാൻ വിടാതെ നമ്മളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ പറ. അല്ലെങ്കിൽ രാജുവിനോട് പറ. അവൻ ചെന്ന് മോളോട് പറയുമ്പോൾ അവളുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവളെ ജോലിക്കായിട്ട് അവനെ വെക്കും. അത് കേട്ട അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ പറയാം, പിന്നെ ഇവരുടെയൊക്കെ അടിയിൽ ജോലി ചെയ്യാൻ പോവുമല്ലേ എൻ്റെ മകൻ. എന്നിട്ട് യാമിനി ഇങ്ങനെ അംബികയെ ഒന്ന് നോക്കിയിട്ട് ഭയത്തോടെ കൈ വിറയ്ക്കുന്നുണ്ട് കറികൾ വിളമ്പാൻ. അംബിക അവളെ തന്നെ നോക്കുന്നുണ്ട്. ഇവക്കിതെന്ത് പറ്റി, ഇവളെന്താ ഇങ്ങനെ കൈ വിറയ്ക്കുന്നത്? അത് കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കും, യാമിനി നിനക്ക് എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? അതെനിക്ക് ചെറിയൊരു പനിക്കോളുണ്ട് ചേട്ടാ. പിന്നെ എന്തിനാ യാമിനി നീ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? സെർവൻ്റ് ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ ഈ ജോലിയൊക്കെ ചെയ്യത്തില്ലേ? അപ്പോൾ ശേഖരനും ഇങ്ങനെ യാമിനിയെ തന്നെ നോക്കുവാണ്. പക്ഷെ അംബികയുടെ മനസ്സിൽ മാത്രം എന്തോ ഒരു സംശയമുണ്ട്. ആ സംശയത്തോടെ അവളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. യാമിനി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. രാജു ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് കുറിപ്പ് ചോദിക്കുന്നു, എന്താ മോനെ, എന്താ ആലോചിക്കുന്നത്? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ തേടിയുള്ള ഒരു യാത്രയിലമ്മാവാ ഞാൻ. എന്നാ മോൻ ഇവിടൊക്കെ നോക്ക്, ഞാൻ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നും പറഞ്ഞ് കുറുപ്പ് അവിടുന്ന് പോകുന്നുണ്ട്. രാജുവിനെ കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഋതിക ഇങ്ങനെ വാതുക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ പ്രിയ വന്ന് ഋതിയോട് ചോദിക്കുന്നത്, എന്താ മോളെ രാജുവിനെ കാണാതെ വിഷമിച്ച് നിൽക്കുവാണോ? ഞാൻ എന്തിനാ പ്രിയേച്ചി വിഷമിക്കുന്നത്? അതിന് രാജു ആസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒന്നും അല്ലല്ലോ പോയിരിക്കുന്നത്, ഇവിടെ നാട്ടിൽ തന്നല്ലേ. പ്രിയ ചിരിച്ചോണ്ട് പറയുക, അല്ല മോളെ, മോടെ ഈ നിൽപ്പ് കണ്ടപ്പോഴേ ചില സിനിമയിലെ വിരഹകാമുകളെ പോലെ തോന്നി. അതിന് പ്രിയേച്ചി സിനിമയൊക്കെ കാണാൻ പോവോ? ആ വല്ലപ്പോഴും ഒക്കെ. ഈ ഇടയ്ക്ക് 1-2 സിനിമ കാണാൻ പോയിരുന്നു. എന്ത് ചെയ്യാനാ, ഞങ്ങളോടൊപ്പം എൻ്റെ പുന്നാര അമ്മായിയമ്മയും തള്ളിക്കേറി വന്ന്. ഇടിപ്പടങ്ങളായിരുന്നു എല്ലാം. കൊച്ചമ്മണിക്ക് ആവേശം മൂത്ത് അവിടെ നിന്നുകൊണ്ട് അടിയൊക്കെ കാണിക്കാൻ തുടങ്ങി. അവസാനം അടുത്ത സീറ്റിലിരുന്നവരുമായിട്ടൊക്കെ പ്രശ്നങ്ങളായി. അങ്ങനെ സിനിമ മുഴുവൻ കാണാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇറങ്ങി പോരേണ്ടി വന്നു. അല്ല മോളെ, രാജു ഇതെവിടെ പോയിരിക്കുക? ഇന്ന് ഓഫീസിലും അവൻ പോയിട്ടില്ലല്ലോ. അത് രാജു ഒരു അന്വേഷണത്തിലാ പ്രിയേച്ചി. അന്വേഷണത്തിലോ എന്നിങ്ങനെ പ്രിയ ചോദിക്കുവാണ്. അതെ ചേച്ചി, രാജു എൻ്റെ അമ്മയെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണ്. അത് ഏതായാലും നല്ല കാര്യം തന്നെയാണ് മോളെ. അമ്മ എവിടെയാ, വിദേശത്താണോ അതോ ഇന്ത്യയിൽ തന്നെയാണോ? അപ്പോൾ ഋതിക പറയാ, എൻ്റെ അമ്മ ഇവിടെ കേരളത്തിൽ തന്നെയാണ്, പക്ഷെ എവിടെയാണ് ഉള്ളതെന്ന് മാത്രം അറിയില്ല. അപ്പോൾ പ്രിയ പറയാം, അമ്മയെ അന്വേഷിക്കുന്നതൊക്കെ കൊള്ളാം, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രാജുവിനെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറയുക. ഒരിക്കൽ വർമ്മ സാറിനോട് അവൻ പറഞ്ഞതുപോലെ മോളുടെ അമ്മയുടെ അടുത്തും അവൻ പറയരുത്, ഋതിക മേഡത്തെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ലെന്ന്. മോള് പേടിക്കുമൊന്നും വേണ്ട. ഇനി അങ്ങനെയുള്ള അവൻ്റെ ഓരോ അഭ്യാസവും നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവനെ പിടിച്ച് ഞങ്ങൾ കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിടും എന്ന് പറയുമ്പോൾ പ്രിയ അങ്ങ് ചിരിക്കുവാണ്. ഈ സമയം വളരെ ടെൻഷനോട് പേടിച്ച് വിറച്ച് നമ്മുടെ യാമിനി അംബികയുടെ മുറി തുറന്ന് അവിടെ ഇരിക്കുന്ന ഫോൺ എടുത്തു വെച്ച് നോക്കുവാണ്. ആരെയായിരിക്കും അംബിക വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് അംബിക ഡോർ തുറന്നു വന്ന് ഇങ്ങനെ യാമിനിയെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയ്ക്ക് മനസ്സിലായി അംബിക സജിയോട് സംസാരിക്കുന്നതെല്ലാം യാമിനി കേട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് യാമിനി അംബികയുടെ മുന്നിൽ ഭക്ഷണം വിളമ്പുമ്പോൾ കൈ വറച്ചതെന്നൊക്കെ അംബികയ്ക്ക് മനസ്സിലായി. ഇത്രയൊക്കെ മനസ്സിലാക്കിയ യാമിനിയെ അംബിക ഇനി ജീവനോടെ വിടുമോ? ഇനി എന്തായിരിക്കും അവൾ യാമിനിയെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായി അടുത്ത റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.